എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാനൊരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, ഒരു സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് അത് ക്യൂബ്സായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് ഉള്ളതനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാൻ. ഇതിന് എരിവുള്ളത് കൊണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഒരു 3 ഏലയ്ക്ക പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ നമുക്ക് ഈ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒഴിച്ച എണ്ണയിൽ തന്നെ നമുക്കൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഒരു 5 മിനിറ്റ് നമ്മൾ വാടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. അല്ലാതെ നമുക്ക് എല്ലോട് കൂടിയ ചിക്കന് നമുക്കിടാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 2ാം പാൽ ഒഴിച്ച് ആ 2ാം പാലിൽ കിടന്ന് വേണം നമ്മുടെ ചിക്കനും വെജിറ്റബിളും ഒക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സമയം അത്രയും മതി. ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം ചെറിയ കഷ്ണങ്ങളാണ്, അതുകൊണ്ട് നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ഒരുപാട് തിളച്ച് കിടക്കണ്ട, എന്നാൽ നന്നായിട്ട് വെട്ടി തിളയ്ക്കുകയും വേണം. അതൊന്ന് മൂടി വെച്ച് നമ്മളത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കണം. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ ഈ സമയത്ത്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. അതുകൂടാതെ നമ്മൾ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം. നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിനും അപ്പത്തിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇടിയപ്പം ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ലതാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും